ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബീഫ് കൊണ്ടൊരു മക്ലൂബ റൈസ് റെസിപ്പിയാണ്. ഒരു പലസ്തീനിയൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിനായി കുക്കർ നന്നായിട്ട് ചൂടാക്കുക, എണ്ണ ഒഴിക്കാം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് ഇതെല്ലാം ഇട്ടിട്ട് ചൂടായാൽ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ കളർ മാറിയ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ശേഷം ഒരു സവാള, ഉപ്പ് ആവശ്യത്തിന്, നല്ല ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പപ്രിക്ക പൗഡറോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച് വെക്കാം. ആ സമയത്ത് വഴുതനങ്ങ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് തിൻ സ്ലൈസ് ആയിട്ട് ഇട്ടിട്ട് ഉപ്പിട്ട് വെക്കാം. അപ്പോൾ വെള്ളം കിരിഞ്ഞു വരും, അത് തുടച്ച് വെക്കാം. അതുപോലെ ഒരു പൊട്ടാറ്റോ നീളത്തിൽ അരിഞ്ഞ് വെക്കാം. ബീഫ് വെന്ത ശേഷം അതിൽ ബീഫെല്ലാം കോരി വെച്ചിട്ട് എത്രയാണോ റൈസ് എടുക്കുന്നത് അതിന് എമൗണ്ടിൽ വെള്ളം വെച്ച് ചൂടാക്കി വെക്കാം. ഇനി ഒരു എണ്ണ ചൂടാക്കിയിട്ട് ഈ കിനിഞ്ഞ് വന്നിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പൊരിച്ച് കോരാം. ഇതിലോട്ട് കോളിഫ്ലവറും ഒക്കെ ചേർക്കുന്നവരുണ്ട്. ഞാനിവിടെ എഗ് പ്ലാന്റും പൊട്ടാറ്റോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് വെള്ളം ഒപ്പിയെടുത്ത ശേഷം മാത്രം പൊരിച്ചെടുക്കാം. പൊട്ടാറ്റോയും ഒരു സ്ലൈറ്റ് കളറ് മാറുന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. ഈ സമയം ഒരു 45 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അറബിക് മസാല, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാനിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ, അതായത് വഴുതനങ്ങ വെച്ച് കൊടുക്കാം, പൊട്ടാറ്റോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ശേഷം നമുക്ക് ബീഫെല്ലാം കുറച്ച് ഒരു ഭാഗം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മസാല മിക്സ് ചെയ്ത് വെച്ച റൈസ് ഇതിലോട്ട് പകുതി ചേർത്ത് കൊടുക്കാം. ശേഷം മുകളിൽ പിന്നെയും നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുത്ത് ബാക്കിയുള്ള റൈസ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത വെള്ളവും ശേഷം അരി വേവിക്കാൻ വേണ്ട വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അരി തിളച്ച് വന്നാൽ ഒരു സിമ്മിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതാണ് ഈ റൈസിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ സത്യസന്ധമായി പറയാലോ, എൻ്റെ ഫ്ലോപ്പായി. കാരണം പച്ചക്കറികൾ ചെറുതായിട്ട് അടിയിൽ ഒട്ടിപ്പിടിച്ചു. കരിഞ്ഞിരിക്കല്ല, പക്ഷെ അവിടെ ഒട്ടിപ്പിടിച്ചു. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷെ ഞാൻ തളരൂല, എല്ലാതും തിരിച്ച് അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ കൊണ്ട് വെച്ച് കൊടുത്തു. ഇതെനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവമല്ല, ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പാന് മാറ്റുമ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ശേഷം ആൽമണ്ടോ നമുക്ക് കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് റൈസ് അല്ല, കുറേ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നതൊന്നുമല്ല. ഇതിൽ വെറുതെ വഴുതനങ്ങയും പൊട്ടാറ്റോയും ഒരു സവാളയും ഒരു ഇല്ലി ഗാർലിക്കും മതി. ഇത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പി ആയിട്ട് മാറും. ബീഫും വേണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.